ജീവിതത്തിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അതിന് ഏക ഉത്തരം നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു സുവാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ, കാതലായ ഇതിന്റെ നിലനിൽപ്പ് നല്ല കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയും, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഞങ്ങളുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ഒരു മതത്തിന്റെ നേതാവല്ല. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഇത്ര തന്റെ അടവുണ്ടായത്. രണ്ടാമത്തെ കാര്യം, യേശു ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി വന്നയാളല്ല യേശു. പിന്നെ യേശു ആരാണ്? യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും, അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്കറിയാമോ,